ഇവിടെ ഒരു പ്രേതമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ബ്ലാക്ക് കളറിൽ ഒരു കൈ പോലത്തെ സാധനം ബാക്കിലോട്ട് വലിയുന്നുണ്ട്. ആ മരത്തിൽ നിന്ന് ഒരു ബ്ലാക്ക് കൈ ഞാനിപ്പോൾ EMF മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. വന്ന് ഇപ്പം നമുക്കിവിടെ എനർജി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രേതം വന്നെയാണോ? നമുക്കിവിടെ നെഗറ്റീവ് എനർജി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാമിൽ റീലുകളിലൂടെ, അതായത് പ്രേതങ്ങളെ പിടിക്കാൻ പോകുന്ന ഹണ്ടിങ് പ്ലേസുകളിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് പ്രേതങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന ഒരു പ്രേതാന്വേഷിയെ പറ്റിയാണ്. ഡോക്ടർ ഫേസ്മോസ് വൈഷ്ണവ്. ഹലോ വൈഷ്ണവ്, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ കൂടുതൽ ട്രെൻഡിങ് ആണ്. ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടന്റുകൾ. പലപ്പോഴും പ്രേതങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജികളെ തേടിയായിരുന്നു പോയത്. എങ്ങനെയായിരുന്നു ഇതിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയൊരു സംഭവമായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പലരും പല രീതിക്കാണ് ആ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഏത് രീതിക്കാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത്. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ പാരാസൈക്കോളജിനെ പറ്റി കൂടുതൽ അറിയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അതിലൊന്നും തിയറിറ്റിക്കലി വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് ഈ ഒരു സംഭവത്തിലോട്ട് ഇറങ്ങുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാര്യം കൂടുതൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ തിയറിറ്റിക്കലി കൂടുതൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു സാധനം നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്ന ഒരു സമയത്തും ഈ ഒരു തിയറിയിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പ്രാക്ടിക്കലി ഉണ്ടാവുക എന്നുള്ളൊരു ചിന്താഗതി വൈഷ്ണവ് പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള കഥകൾ ചെറിയ പ്രായം തൊട്ട് കേട്ട് വളർന്നതാകാം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായ അനുഭവം? അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ പ്രേതമുണ്ട്, ഗോസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഭയപ്പെടുത്തിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതായത് തുടക്ക സമയങ്ങളിൽ എനിക്ക് ഒരുപാടധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് തുടർന്ന് എനിക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാട് വന്നിട്ടുണ്ട്. അത് ഈ അടുത്തായിട്ട് റീസെൻ്റ്ലി ഒരെണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് ഞാനത് റിയലൈസ് ചെയ്തത് അത് എൻ്റെ ഒരു ചിന്താഗതി കാരണം അങ്ങനെ വന്നു പോയതാണെന്നുള്ളത്. അതും ഈ ഒരു പ്രേതവും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരെടുത്ത് ഞാൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റി അന്വേഷിച്ചായിരുന്നു. എല്ലാവരും പറയുന്നത് ഇതേ സെയിം കാര്യം തന്നെയാണ്. അവിടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്, അവിടെ വെച്ച് കുറേ പേര് പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഇങ്ങനെ റിയൽ ആണോ അല്ലയോ എന്നുള്ളത് ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോയ സമയത്ത് ഞാൻ ഇവർ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ, അതായത് ഇവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഇവിടെ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്, ആൾക്കാർ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ പറഞ്ഞ ആ ഒരു ചിന്താഗതി വെച്ചിട്ട് ഞാൻ പോയ സമയത്ത് എനിക്കും അവിടെ പോയ സമയത്ത് ഒരുപാടധികം ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നേരിട്ട് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ പ്രേതത്തിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്യൂഷൻ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഒരു രൂപം എന്നെ അറ്റാക്ക് ചെയ്യാൻ വരിക ആ രീതിക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സിനിമകളിൽ കാണുന്ന പോലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല അങ്ങനെയൊന്നും. പക്ഷെ അവിടെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഭയപ്പെടുത്തിയൊരു ഫീല് തന്നൊരു സ്ഥലം എവിടെയായിരുന്നു? ഞാനൊരു വീട്ടിൽ പോയായിരുന്നു. അതായത് കുറേ കാലമായിട്ട് അടങ്ങി കിടക്കുന്ന ഒരു വീട്. ആ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഡേ ടൈമിൽ ഷൂട്ട് ചെയ്തായിരുന്നു. ഡേ ടൈമിൽ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ആ ഒരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നൈറ്റ് ടൈമിലായിരിക്കും സംഭവിക്കുക, ഡേ ടൈമിൽ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇൻസ്റ്റയ്ക്കകത്ത് അറിയാലോ, ഇപ്പം ഇത്ര മിനിറ്റ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ അവിടുത്തെ നൈറ്റ് വിഷ്വൽസും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റയ്ക്ക് പോകുമ്പോഴാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആ സ്ഥലത്ത് പോയിട്ട് ഏകദേശം 5:30 വരെ, നൈറ്റ് 5:30 വരെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഈ ഒരു വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ അറ്റത്തൊരു മരം ഉണ്ടായിരുന്നു. അവിടെ ആരൊക്കെ ഇങ്ങനെ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് അവിടെ നിന്ന് എനിക്കൊരു ഇതേപോലെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റി. അതായത് മരത്തിൻ്റെ അവിടുന്ന് ആ ഒരു വീട്ടിൻ്റെ ബാക്ക് സൈഡും ഈ ഒരു മരം കൂടെ ഏകദേശം ചേർന്നിട്ടുള്ളത് അടുത്തടുത്താണ്. അപ്പം ഞാൻ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ വാളിൻ്റെ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് കളറിലൊരു കൈ പോലത്തെ സാധനം ബാക്കിലോട്ട് വലിയുന്നുണ്ട്. ഞാനത് ആ നേരത്ത് പെട്ടെന്നൊന്ന് പാനിക്കായി. ആ മരത്തിൽ നിന്ന് ഒരു ബ്ലാക്ക് കൈ അത് ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു.
ഇനിയിപ്പോൾ ലോ ലൈറ്റ് ഇല്യൂഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റ്, ഒരു കയ്യിൻ്റെ രീതിക്കുള്ള ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളതും ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനെ സംഭവങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പറയുന്ന അവിടെ തന്നെ അപ്പോഴും ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാരനോർമൽ ആക്ടിവിറ്റി ഇപ്പം ഞാൻ പോയിട്ട് അവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംഭവമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവമാണ് അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരു സംഭവമാണ് കേട്ടിട്ടുള്ളെങ്കിൽ അയാൾക്ക് ആ ഒരു സംഭവമാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പിന്നിൽ ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. വൈഷ്ണവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ മിഷൻ എക്യുപ്മെന്റ് ഇത് എന്താണ് യഥാർത്ഥത്തിൽ? ഇത് ഒരു EMF ഡിറ്റക്ടറാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഒരു മെഷീൻ. ഇത് മാത്രമൊന്നുമല്ല, വേറെയും 5-6 ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്. ഇതിലിപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതും പിന്നെ EVP ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവം. ആദ്യം ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ ഈ സാധനം ഓണാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിപ്പോൾ ഇല്ലാത്തൊരു സ്ഥലത്ത്, അതായത് ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ ഒരു സാധനം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു എനർജി ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എനർജിയുടെ പ്രസൻസ് ആ ഒരു ഏരിയയിൽ ഉണ്ടെന്നാണ് ഈ ഒരു സാധനം അങ്ങനെ എനർജി ഉണ്ടെങ്കിൽ കണ്ടെത്താല്ലേ? അങ്ങനെ എനർജി ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു എനർജി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും, നെഗറ്റീവ് എനർജി ഉണ്ടാവും. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഈ മെഷീനുമായി ഉണ്ട്. ഇതുകൊണ്ട് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരുപാട് എനർജി ഇത് വെച്ച് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പറയാമോ? ഞാൻ ഒരു സെമിത്തേരി പോയിട്ടുണ്ടായിരുന്നു. അതായത് സെമിത്തേരി പറഞ്ഞ ഒരു ഇനാക്റ്റീവ് ആയ ഒരു സെമിത്തേരിയാണ്, അധികം ആൾക്കാർ പോകാത്തൊരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ മെഷീനകത്ത് റെഡ് ലൈറ്റ് കത്തിയത്. ഇതിനകത്ത് ആദ്യമായിട്ടാണ് റെഡ് ലൈറ്റ് കത്തിയത്. അന്ന് പിന്നെ ഇതിനകത്ത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരുടെയും കാഴ്ചപ്പാടിനെ പറ്റില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് റെഡ് ലൈറ്റ് കത്തി ഞാൻ ആ ഏരിയയിൽ പിന്നെ അധികം നിൽക്കാറില്ല. എനർജി ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്താൽ ഞാൻ പിന്നെ നിൽക്കില്ല, അധികം നേരം ഞാൻ അവിടെ നിൽക്കാറില്ല. കാരണം സേഫ് അല്ല എന്നുള്ളത് എനിക്ക് തന്നെ ഒരു തോന്നൽ വരും. കാരണം അതെ, ഒരു പേടി തന്നെ ഉണ്ടാവും. ഇതിനകത്ത് റെഡ് ലൈറ്റ് കത്തി ഞാൻ പിന്നെ അധികം നേരം അവിടെ നിൽക്കാറില്ല. ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. ആ സെമിത്തേരിയിലേക്ക് പോയപ്പോൾ എന്തായിരുന്നു അനുഭവപ്പെട്ടത്? സെമിത്തേരിക്ക് പോയപ്പോൾ ഞാൻ EVP ആണ് മെയിനായിട്ട് യൂസ് ചെയ്തത്. ഇതിനേക്കാൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ EVP ആണ് യൂസ് ചെയ്തത്. EVP എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോയിസ് ഫിനോമിനോൺ എന്ന് പറയും. അതായത് നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇപ്പോൾ 20,000 ഹെർട്സ് 20 ഹെർട്സ് അല്ലെ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്മാർക്ക് നോർമലി കേൾക്കാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്, സൗണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ സൗൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ സൗൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സൗൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആയിരിക്കാം. അപ്പോൾ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള സൗണ്ടോ അല്ലെങ്കിൽ കൂടിയ ഫ്രീക്വൻസിയുള്ള സൗണ്ടോ, മനുഷ്യന്മാരുടെ ചെവിക്ക് ഡയറക്റ്റ് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസിയുള്ള സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കേൾക്കുന്ന ഫ്രീക്വൻസിയിൽ കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു ഡിവൈസാണ് EVP എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വവ്വാലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല ഡയറക്റ്റ്, പക്ഷേ ഈ ഒരു മെഷീൻ അത് ഡിറ്റക്റ്റ് ചെയ്യും. അതാണ് EVPയിൽ സംഭവിക്കുന്നത്. പിന്നെ തെർമൽ ക്യാമറ, അതായത് ടെമ്പറേച്ചർ പിടിച്ചെടുക്കുന്ന ഒരു ക്യാമറ, പിന്നെ നൈറ്റ് വിഷൻ ക്യാമറ, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇപ്പം ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതുണ്ടെങ്കിലാണ് ഇപ്പം എനർജി ഉണ്ടോ സെമിത്തേരി പോയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അത് ഒരു ഏരിയ, അതായത് ഒരു റോഡ്, ആ റോഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കയറിയിട്ട് ഒരു നിരപ്പായൊരു ഏരിയ, അതായത് 2 സൈഡും മരങ്ങളൊക്കെ നിന്ന് കാണാൻ അത്യാവശ്യം നല്ലൊരു വൈബ് തരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം പോയി അവസാനിക്കുന്നത് ഒരു ശവപ്പറമ്പിലാണ്. പിന്നെ ഒരു കയറ്റം കഴിഞ്ഞിട്ട് ചെറിയൊരു ഇറക്കുണ്ട്, ആ ഒരു ഇറങ്ങുന്നതും 2 സൈഡിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ എനർജി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ശരീരത്തിൽ അനുഭവപ്പെടുന്ന തണുപ്പ്, ഇതാണ് മെയിനായിട്ട് നമുക്ക് ഒരു ആത്മാവിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എല്ലാവരും പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ അടുത്ത് അവിടെ ചെന്നപ്പോൾ ശരീരം തണുത്തിരുന്നു ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ അടുത്ത് പിന്നുന്ന ആരോ നമ്മുടെ അടുത്ത് പറയുന്ന പോലെ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ പിന്നുന്ന ആരോ പറയുന്നത് പോലെ ആ ഒരു സംഭവം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ എനർജി ഡിക്റ്റേറ്റിങ്. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഒരുപാടധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഈ പെട്ടെന്ന് വരുന്ന ഈ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ശരീരത്തിന്റെ കൺട്രോൾ പോകുന്ന ഒരു അവസ്ഥ, ഒരു പാനിക് അറ്റാക്ക്, ഇതാണ് മെയിനായിട്ട് അനുഭവിച്ചത്. പിന്നെ വൊമിറ്റിംഗ് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് പോകുന്നത് വരെ ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ ഏകദേശം 1 വീക്കോളം അത് നീണ്ടു നിന്നായിരുന്നു. അതൊരു ഭയത്തിന്റെ മാത്രമായിക്കൂടെ? ഭയത്തിന്റെ മാത്രമായിരിക്കും. അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പലരും വിശ്വസിക്കുന്നത് പല രീതിക്കാണ്. ചിലർ പറയും മരിച്ചു പോയിട്ട് സ്വർഗത്തിലോ നരകത്തിലോ പോവാത്തവരാണ് പ്രേതം. അതായത് ഭൂമിയിൽ തന്നെ പിന്നെയും ആ ഒരു കോൺഷ്യസ്നസ്സോടുകൂടി എക്സിസ്റ്റ് ചെയ്യുന്നവരാണ് പ്രേതം എന്ന് പറയും. പക്ഷേ വേറെ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാത്തവരാണ് പ്രേതം എന്ന് പറയും. വേറെ ചിലർ പറയുന്നത് ഇതേപോലെ മരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നവരാണ് പ്രേതം എന്ന് പറയും. പക്ഷേ ഈ പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ പല രീതിക്ക് പല പാരാസൈക്കോളജിസ്റ്റുകളും എല്ലാവരും പറയുന്നത് പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ സെയിം അല്ല. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ഇപ്പം നമ്മളായിട്ട്, ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പം ഞാനായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ, അതായത് ഞാനായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു മനുഷ്യൻ്റെ ഓർമ്മകൾ, ആ ഒരു മനുഷ്യൻ്റെ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ അയാളെ പറ്റി ഓർക്കും, ലൈഫ് ലോങ് ഓർക്കും. നമ്മൾ ഒരു കാരണവശാലും അത് മായ്ച്ചു കളഞ്ഞാൽ പോവില്ല ആ ഒരു മെമ്മറീസ്. അപ്പോൾ ഈ ഒരു മെമ്മറീസ് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുവരും ആ ഒരു നിമിഷത്തിൽ. അങ്ങനെ ഒരു ഡിപ്രഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മെമ്മറീസ് പിന്നെ വരും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, അതായത് ഒറ്റയ്ക്ക് ഒരു ഏരിയയിൽ കൂടെ പോകുന്ന സമയത്ത്, അവിടുത്തെ സൈലൻസ്, അവിടുത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ, അവിടുത്തെ ഓക്സിജൻ്റെ വേരിയേഷൻ, ഇതെല്ലാം കൊണ്ട് തന്നെ പ്രഷർ വേരിയേഷൻ, ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നത് കൂടി ആകുമ്പോൾ നമുക്കൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ആവും. പിന്നെ ക്യാമറയിൽ പ്രേതത്തിന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാരണം ഒരു ഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ കണ്ണിൽ കാണുന്നൊരു ഒബ്ജക്റ്റ്, എന്തോ ആയിക്കോട്ടെ, കണ്ണിൽ കാണുന്നൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ക്യാമറയിലും ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കണ്ണിൻ്റെ പ്രവർത്തനവും ക്യാമറയുടെ പ്രവർത്തനം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് പലരും വിശ്വസിക്കുന്നത് ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ വേറെ കുറേ പേര് വിചാരിക്കുന്നത് ഈ ദൈവം, അതേപോലെ പ്രേതം, ഇതൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എനർജിയാണ്, ഒരു കാരണവശാലും നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. വേറെ ചിലർ പറയും നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ വിഷയം.